ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇതിനോടകം തന്നെ മിക്ക മത്സരാർത്ഥികളും പ്രതീക്ഷയോടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനിടെ ഇപ്പോഴിതാ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ്. നാളിതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ആരെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസണുകളിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ആരൊക്കെയാണെന്ന് നോക്കാം എന്നാണ് കുറിപ്പിൽ പറയുന്നത്. എന്നാൽ കുറിപ്പിനെ അനുകൂലിച്ച് മാത്രമല്ല വിമർശിച്ചും ചിലരെത്തിയിട്ടുണ്ട്. പേർലി മാണി. സത്യത്തിൽ ഒറ്റപ്പെടൽ ആയിരുന്നു പേർലിയുടെ സ്ട്രാറ്റജി. പക്ഷേ അത് മനഃപൂർവ്വം ചെയ്തതല്ല, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി എന്നതാണ് സത്യം. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ജനങ്ങൾ പേർലിയുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. ഓരോ വീക്കും മറ്റു പലരും പേർലിയേക്കാൾ ബഹുദൂരം പിന്നിലായിരുന്നു. അതിൻ്റെ കൂടെ ശ്രീനീസിൻ്റെ ഒപ്പമുള്ള റൊമാൻസ് കൂടി ആയപ്പോൾ പുറത്തെ ചർച്ച മുഴുവൻ പേർലി തന്നെയായി. താൻ മാത്രമല്ല, തൻ്റെ കൂടെ കൂടിയ മറ്റു 3 പേരെയും കൂടി 100 ദിവസം എത്തിക്കാൻ പേർലിക്ക് സാധിച്ചു എന്നതാണ് ഫാക്ട്. അതുതന്നെയായിരുന്നു തോൽവിയുടെ കാരണവും. മത്സരാർത്ഥി എന്ന നിലയിലുള്ള റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5. 2. സാബുമോൻ അബ്ദുസമദ്. ബിഗ് ബോസ് ഗെയിം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തി. ഇന്നത്തെ പല സോഷ്യൽ മീഡിയ താരങ്ങളും അന്ന് സാബുവിൻ്റെ PR വർക്കേഴ്സ് ആയിരുന്നു. ഗെയിം എങ്ങനെ കളിക്കണം എന്നതിലുപരി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനും അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു പുള്ളി. എലിമിനേഷനിൽ പുറത്തു പോകുന്നവർ എല്ലാം പേർലിയുടെ ശത്രുക്കൾ ആയിരുന്നു. ഇവരുടെയൊക്കെ ഫാൻസിൻ്റെ വോട്ട് സാബുവിന് പോയതും പേർലിയുടെ വോട്ട് ശ്രീനീസിനും അരിസ്ട്രോ സുരേഷിനും ആയി സ്പ്ലിറ്റ് ആയതും കപ്പടിക്കാൻ സാബുവിനെ സഹായിച്ചു. മത്സരാർത്ഥി എന്ന നിലയിലെ റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5. 3. ഡോക്ടർ രജിത് കുമാർ. എന്താ പറയുക, ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇദ്ദേഹത്തെ കാരണം ഹൗസിൽ കയറിയാൽ ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് വിചാരിക്കുന്നതിനും അപ്പുറമാണ്. വേറെ ഒന്നും വേണ്ട. കഴിഞ്ഞ സീസണിൽ ചലഞ്ചേഴ്സായി കയറി വന്നവരിൽ ആകെ സ്കോർ ചെയ്തത് ഇദ്ദേഹം മാത്രമാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മലയാളത്തിൽ ട്രെൻഡ് ആക്കിയത് മാത്രമല്ല, മിനിറ്റിന് തഗ്ഗടികൾ. ഈ പ്രായത്തിലും ടാസ്കിനുള്ള ഡെഡിക്കേഷൻ, ആരെയും ഒരു പേടിയും ഇല്ലാത്ത ആറ്റിറ്റ്യൂഡ്, ഒരേ ഒരു DRK. മത്സരാർത്ഥി എന്ന നിലയിലെ റേറ്റിംഗ് 4.25 ഔട്ട് ഓഫ് 5. 4. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. രജിത്തിൻ്റെ അതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു പുള്ളിയുടെയും ലക്ഷ്യം. എല്ലാവരെയും കൊണ്ട് തന്നെ തിരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റൊമാൻസും ഒച്ചപ്പാടും കൂടി ആഡ് ചെയ്യുക എന്ന് മാത്രം. പക്ഷേ സംഭവം പാളാതെ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ടു. ആദ്യ 2 വീക്ക് സ്വയം കോമാളിയായി അറ്റൻഷൻ പിടിച്ചുപറ്റി. പിന്നീടങ്ങ് വന്നവനും പോയവനും നിന്നവനും എല്ലാവനുമായിട്ട് വഴക്ക് കാണാൻ വേണ്ടി മാത്രം പ്രേക്ഷകർ ബിഗ് ബോസ് കാണുന്ന അവസ്ഥ. കൂട്ടത്തിൽ ജാസ്മിൻ റോബിനെ സ്ഥിരമായി ടാർഗറ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു ബൂസ്റ്റാണ് റോബിന് കൊടുത്തത്. മത്സരാർത്ഥി എന്ന നിലയിലെ റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5. 5. മുഹമ്മദ് ഡെലിജൻ ബ്ലസ്ലി. ബെസ്റ്റ് മൈൻഡ് ഗെയിം ഓഫ് ബിഗ് ബോസ് മലയാളം ടിൽ ദ ഡേറ്റ്. ആള് സൈലന്റ് ആണ്. ആദ്യ ഒരാഴ്ച ഇങ്ങനെ ഒരാൾ ഹൗസിൽ ഉണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു പ്ലാനോടുകൂടിയാണ് പുള്ളി ഹൗസിൽ കയറിയത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇടുന്ന റോബിന് പുറത്തു നല്ല ഫോളോയിങ് ഉണ്ടാകുമെന്നും ദിൽഷയെ പ്രപ്പോസ് ചെയ്യുമെന്നും നമ്മളെപ്പോലെ തന്നെ പുള്ളിയും മനസ്സിലാക്കി. ജാസ്മിൻ വേഴ്സസ് റോബിൻ എന്നത് മാറ്റിക്കാൻ വേണ്ടിയുള്ള ഗെയിം ആകെ കളിച്ചത് ഇവൻ മാത്രം. അതിനുവേണ്ടി ജാസ്മിനെയും നിമിഷയെയും സ്ഥിരമായി ടാർഗറ്റിംഗ്. നിമിഷ, ഡെയ്സി അങ്ങനെ പുറത്തു പോകാൻ തന്നെ കാരണം ബ്ലസ്ലി ആയിരുന്നു. റോബിൻ റിയാസിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പുറത്തുപോയ എപ്പിസോഡിൽ ഇവൻ ആ ചെങ്കോലെടുത്ത് രാജാവായി നടത്തിയ ഒരു പെർഫോമൻസ് ഉണ്ട്. അന്ന് ലൈവ് കണ്ടവർക്കറിയാം ആ എപ്പിസോഡിന്റെ റേഞ്ച്. ദിൽഷ റോബിനെ തിരിച്ചു സ്നേഹിക്കുമ്പോൾ അവിടെ ഒരു ഗെയിം സാധ്യത ആയിരുന്നു. ബ്ലസ്ലി കണ്ടത് ദിൽഷയും റോബിനും കൂടി തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള സ്ട്രാറ്റജി പുറത്തേക്ക് വിടാമെന്ന് കരുതി. പക്ഷേ ദിൽഷ റോബിനെ സ്നേഹിച്ചതുമില്ല. റോബിൻ പുറത്തു പോവുകയും ചെയ്തു. റോബിൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കപ്പ് ബ്ലസ്ലി തന്നെ ഉയർത്തുമായിരുന്നു. മത്സരാർത്ഥി എന്ന നിലയിലെ റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. 6. അഖിൽ മാരാർ. പുറത്തുനിന്ന് നിറയെ ഹേറ്റേഴ്സായി കയറിയ ഒരാൾ തിരിച്ചു പോകുമ്പോൾ ഇവരെയൊക്കെ ഫാൻസ് ആയിട്ടാണ് ഇറങ്ങിയത്. ആദ്യം വീക്കുകളിൽ പുറത്ത് ഒരു കോമഡി പീസ് ആയിരുന്നു മാരാർ. സംവിധായകനെയാണ് ചീത്ത പറയുന്നത് എന്ന് വിചാരിക്കേണ്ട. നാക്കുകടി
സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യൽ, തുണി പൊക്കി കാണിക്കൽ എന്നിങ്ങനെ വളരെ മോശമായ അവസ്ഥയായിരുന്നു ആദ്യമൊക്കെ. പിന്നീടെല്ലാം നേരെ ഉൾട്ടയായി. ആ സീസണിൽ പുറത്തേക്ക് ആകെ അറ്റൻഷൻ കിട്ടിയത് മാരാർക്കാണ്. അതുകൊണ്ട് വെറുപ്പിൻ്റെ അവസാനം പലരും അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങി. നാവുകൊണ്ട് സംസാരിച്ച ആളുകളെ കയ്യിലെടുക്കുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുക, ടാസ്കുകളിൽ അന്യായം സ്കോർ ചെയ്യുക, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഒരു ഹീറോയിക് ഇമേജിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടിയിരുന്നില്ല. എതിരെ നിൽക്കാൻ പോലും നല്ലൊരു മത്സരാർത്ഥി ഇല്ലാതിരുന്നതും ഷിജു, അഖിൽ, വിഷ്ണു ഫ്രണ്ട്ഷിപ്പ് ബെൽറ്റ് ജനങ്ങൾ ഏറ്റെടുത്തതും അങ്ങനെ മൊത്തത്തിൽ സീസൺ 5 അഖിലിൻ്റെ സീസണായി മാറി. മത്സരാർത്ഥി എന്ന നിലയിലെ റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5. ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ ബ്ലെസ്ലി, രജിത് കുമാർ, പേർലി, സാബു, റോബിൻ, മാരാർ എന്ന നിലയിലാണ് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഈ കുറിപ്പിനും എതിർത്തും അനുകൂലിച്ചും ആരാധകരെത്തിയിട്ടുണ്ട്. റോബിൻ മികച്ച മത്സരാർത്ഥി അല്ലെന്നും ഏറ്റവും മികച്ചത് ബ്ലെസ്ലി അല്ലെന്നുമൊക്കെ സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്നുണ്ട്. മാരാറാണ് ഏറ്റവും മികച്ചതെന്നും അല്ല സാബുവാണെന്നുമൊക്കെ ആരാധകർ പറയുന്നുണ്ട്.